മോഹൻലാലല്ല, ഇനി ആരായാലും ശരി തന്നെ, ഏത് കൊലകൊമ്പനായാലും ഏത് കൊലകൊമ്പൻ്റെ പിറന്നാളായാലും ശരി തന്നെ കൃത്യമായിട്ട് പറയും, നമുക്ക് ഏറ്റവും വലുത് നമ്മുടെ രാജ്യമാണ്, നമ്മളുടെ വിശ്വാസമാണ്, നമ്മളുടെ മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളാണ്. അവിടെ അതിനൊക്കെ വിരുദ്ധമായിട്ട് രാജ്യത്തിൻ്റെ സമാധാനത്തിനും രാജ്യത്തിൻ്റെ താല്പര്യത്തിനും എതിരായിട്ട് ഗോദ്ര കലാപം പോലുള്ള ഏറ്റവും വലിയ അതൊരു വലിയ ഭീകരാക്രമണമായിരുന്നു. ആ ഭീകരാക്രമണത്തിനെയൊക്കെ ന്യായീകരിച്ച് സംസാരിക്കുന്ന, അല്ലെങ്കിൽ അതിനെയൊക്കെ സൈഡ് ലൈൻ ചെയ്ത് അതിൻ്റെ റിയാക്ഷൻ, നമ്മളൊരു പ്രവൃത്തിയിൽ ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ ഉണ്ടാവും. ആ റിയാക്ഷനെ കാണിച്ചിട്ട് അതാണ് തെറ്റ് എന്ന് പറയുന്ന രീതിയല്ല, ആ റിയാക്ഷന് കാര്യം എന്തെന്ന് ആലോചിക്കണം, അവിടെയാണ് ചിന്തിക്കേണ്ടത്. അപ്പം അങ്ങനെ ചെയ്ത മോഹൻലാലിനോട് വിയോജിപ്പുണ്ട്. പക്ഷേ മോഹൻലാൽ എനിക്ക് പ്രിയപ്പെട്ടതാണ്, എന്നും പ്രിയപ്പെട്ട ലാലേട്ടൻ, യാതൊരു സംശയവുമില്ല. ആ നടനെ എന്നും ആദരിക്കും, എന്നും ബഹുമാനിക്കും. ഹലാലേട്ടൻ എന്ന് പറയുന്ന വിളി, ദുബായിൽ പോയി മൗദൂദികളുടെ കാലിൽ വീഴുന്ന ലാലേട്ടനെ എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അതിനോട് വിയോജിപ്പുണ്ട്. പക്ഷേ പ്രിയപ്പെട്ട ലാലേട്ടന് പിറന്നാൾ ആശംസകളെല്ലാം നമ്മൾ നേരും, അദ്ദേഹത്തിനോടൊപ്പം നിൽക്കും, അദ്ദേഹത്തിന് ഈ പറയുന്ന സിനിമകളെല്ലാം കാണും, അദ്ദേഹത്തിനോട് വലിയ ആദരവും സ്നേഹവും തന്നെയാണ്. ഈ കാര്യം മാത്രം ഒഴിച്ചു. അപ്പോൾ ഏതായാലും എല്ലാ പ്രേക്ഷകർക്കും, നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് മോഹൻലാലിനുള്ള പിറന്നാൾ ആശംസകൾ നമ്മൾ നേരുകയാണ്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.